മിക്ക ആളുകൾക്കും കഴിക്കാൻ ഇഷ്ടമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉപ്പുമാവ്. എനിക്കും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ഞാനങ്ങനെ വല്ലപ്പോഴും ചില സമയത്ത് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ മാത്രം ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സാധനം കേട്ടോ ഉപ്പുമാവ്. ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിക്കണം, പിന്നെ കുറച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് ഉഴുന്നും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. പിന്നെ ഞാൻ ചേർക്കുന്നത് സവോളയും ഇഞ്ചി പച്ചമുളക്, സവോള ഇല്ലെങ്കിൽ ചെറിയുള്ളി ആയാലും മതി കേട്ടോ, കുഴപ്പമില്ല. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് കുറച്ചേറെ കാഷ്യൂനട്ട് ചേർക്കും കേട്ടോ. കാഷ്യൂനട്ട് ചേർത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ ആഡ് ചെയ്യാം. ക്യാരറ്റോ ബീൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. പച്ചക്കറി ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ എനിക്ക് ഈ കാഷ്യൂനട്ട് ചേർത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു ടേസ്റ്റ് അടിപൊളിയാണ്. പിന്നെ വേണമെങ്കിൽ കുറച്ച് കിസ്മിസോ അതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പകുതി സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് ഏറെയധികം കാഷ്യൂനട്ട് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ചില ആളുകൾക്ക് അതുപോലെ ഇതുണ്ടാക്കുന്ന സമയത്ത് കുഴഞ്ഞു പോകും, അതും ഒരു പ്രശ്നമാണ്. പിന്നെ ഞാൻ കുറച്ച് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഇച്ചിരി ഒരു ഗാർണിഷ് ചെയ്യുമ്പോൾ സ്റ്റൈൽ വരാൻ വേണ്ടിയിട്ട് കേട്ടോ അതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സായ ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഈ റവയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ, ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഓൾറെഡി നമ്മൾ ഈ റവ നേരത്തെ ഒന്ന് ചൂടാക്കി വെച്ചതാണല്ലോ, അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് വേവൊന്നും കാണത്തില്ല. കുറേ വെറൈറ്റീസ് ഓഫ് റവ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ചിലത് വറക്കാത്തതായിരിക്കും, ചിലത് വറുത്തത് കിട്ടും. അപ്പോൾ പിന്നെ എല്ലാം വറുത്ത രീതിയിലുള്ള റവയാണ് കിട്ടുന്നത്. ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇത് നന്നായിട്ട് തിളക്കണം കേട്ടോ. പണ്ടൊക്കെ ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് തിളയ്ക്കാതെ തന്നെ ഇടുമായിരുന്നു, പക്ഷെ അന്നേരം ശരിക്കും കട്ട പിടിക്കും. ഈ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷമേ നമ്മൾ ഈ റവ ഇട്ട് കൊടുക്കാവുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ചേ ഉള്ളൂ കേട്ടോ. ആ ഒരു നെയ്യുടെ ടേസ്റ്റും കൂടെ ആകുമ്പോൾ നല്ല കിടിലൻ ടേസ്റ്റായിരിക്കും ഉപ്പുമാവ്. വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളയ്ക്കാൻ സമയം കൊടുക്കണം. ഇനി അതുപോലെ തന്നെ ഈ റവ ഇടുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം കേട്ടോ. ആ ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സാവും. പിന്നെ ഒരു 5 മിനിറ്റില്ല, 2-3-4 സെക്കൻഡ് ഒന്ന് മൂടി വെച്ച് ചെയ്തിട്ട് എടുത്താൽ മതി. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്താൽ മതി കേട്ടോ. ഒട്ടും വെള്ളമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് നമുക്ക് റവ വെച്ചുള്ള ഉപ്പുമാവ് റെഡിയാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ട്, വേറെ കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പച്ചക്കറിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലതാണല്ലോ. അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ കുറച്ച് പഴം കൂട്ടിയായിട്ടാണ് കഴിക്കുന്നത്. പഴവും അതുപോലെ തന്നെ കടലക്കറിയൊക്കെ അടിപൊളിയാണ് ഉപ്പുമാവിൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ആ നെയ്യൊക്കെ ഉള്ള കാരണം വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ പഞ്ചസാര എടുത്തിട്ടില്ല, പഴം മാത്രമാണ് ഉപയോഗിച്ചാണ് കഴിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. ആ കാഷ്നട്ട് കഴിക്കാൻ അടിപൊളി നല്ലൊരു ടേസ്റ്റ് കേട്ടോ.